എന്താണ് ഒരു വ്യക്തിയുടെ ആവശ്യം? സ്വസ്ഥമായിട്ട് അയാളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് ആ പ്രവൃത്തിയിൽ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത ആൾ വന്നുകൊണ്ട് നമ്മളോട് പറയണത്, നീ ചെയ്തതിൽ അത് അല്ലെങ്കിൽ നീ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല, അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? നമ്മളെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകുക എന്നുള്ള. അപ്പോൾ നമ്മൾ കാണാത്ത കാഴ്ച ഒരാൾ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. കാരണം അത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾക്ക് നമ്മളെ ആശ്രയിച്ച് നിൽക്കണ അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു താല്പര്യം നമുക്ക് നമ്മളോട് വേണം. എന്നാൽ മാത്രമേ നമ്മളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തരുന്ന ഒരാളുമായിട്ട് നല്ല ബന്ധത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പറയുമ്പോഴത്തേന് അയാൾ പറഞ്ഞ കാരണം എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി, ഞാൻ അവിടെ ഒരു തെറ്റുകാരനായി. അത് ആ സന്ദർഭത്തിൽ സംഭവിച്ചു പോയൊരു കാര്യം മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ സന്ദർഭത്തിൻ്റെ ഇരയായി മാറിപ്പോയത്? കാരണം നിരന്തരം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ഭാഗത്ത് നമുക്ക് യാതൊരു ശ്രദ്ധയുമില്ല. അപ്പം മറ്റുള്ളവർ പറയുമ്പോൾ മാത്രമേ നമ്മളതായി മാറിപ്പോവാണ്. മറിച്ച് നിരന്തരം നമ്മളിലൊരവസ്ഥയുണ്ട്, അതാണ് നമ്മൾ നിലനിൽക്കാനുള്ള കാരണം. അതിൽ നിന്ന് മാറുമ്പോൾ എൻ്റെ നിലനിൽപ്പിന് തട്ടുന്ന കോട്ടങ്ങളാണ് എൻ്റെ പ്രശ്നങ്ങളും രോഗങ്ങളും. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്നോടൊരു കാര്യം പറയാൻ സാധിക്കുന്നതും അവരെന്നെ ചോദ്യം ചെയ്യണതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നിരന്തരമായ അവസ്ഥയെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമ്പം വേറൊരാൾ ചോദ്യം ചെയ്യാനുള്ള ഭാഗം കഴിഞ്ഞില്ലേ? ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യാനുണ്ടെന്ന് തന്നെയാണ്. ഇനി ആ ചോദ്യം ചെയ്യാനുള്ളിടത്ത് നമ്മൾക്ക് ഫ്രസ്ട്രേഷനോ ദേഷ്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള അവസ്ഥ നമ്മളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ബന്ധം നമ്മളുമായിട്ട് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അതിന് ആ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ വ്യക്തി അത് ചൂണ്ടിക്കാണിക്കാനുള്ള കാരണമായത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനവുമായിട്ടുള്ള നൈരന്തര്യതയിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ പിന്നെ ആ വ്യക്തിയോട് നമുക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ, നമുക്കൊരു അനുഗ്രഹമില്ല. കാരണം ആ വ്യക്തിയുമായിട്ട് നല്ലൊരു ബന്ധത്തിലുള്ളത് കൊണ്ട് ആ വ്യക്തി നമുക്കൊരു കാര്യം കാണിച്ചു തന്നു. അല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്തവർ നിങ്ങൾ ശരിയല്ല എന്ന് പറയുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ അടിയും വഴക്കും കൂടുമ്പോൾ നമുക്ക് നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എന്ത് കാര്യത്തിനാണ് നമ്മളൊരു ബന്ധം? അവിടെ ബന്ധമില്ലല്ല. കാരണം അവർ നമ്മൾ പറയുന്നതോ അല്ലെങ്കിൽ നമ്മളെ കേൾക്കാനോ ഒന്നിനും അവർ തയ്യാറായിട്ടിരിക്കണില്ല. അങ്ങനത്തെ ആളുകളുമായിട്ട് ഒരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല. മറിച്ച് നമുക്ക് നമ്മളെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തോന്നണേ അല്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആളുകൾ അവർ നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരെ നമ്മൾ ഇതുപോലത്തെ അവസ്ഥയിലാണ് കാണുന്നതെങ്കിൽ നമുക്ക് ഒരു കാലത്തും വളരാൻ പറ്റില്ല. കാരണം ഒരാളെന്തെങ്കിലും പറയുമ്പോൾ, കാരണം ഞാൻ ഇന്ന് ശരിയായിട്ട് കൊണ്ട് നടക്കാൻ നോക്കുമ്പോഴാണ് വേറൊരാൾ നീ ശരിയല്ല എന്ന് പറയുമ്പം പെട്ടുപോണത്. ശരിയായപ്പോഴും ശരിയല്ലാത്തപ്പോഴും ഞാൻ ജീവിച്ചിരിക്കല്ലേ. അപ്പോൾ എവിടെയാണോ എന്താണോ ശരിയാക്കാനുള്ളത് അത് ശരിയാക്കിയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കൽ എൻ്റെ ആവശ്യമാണ്. ഇത് മനുഷ്യന്മാർ തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഒരാളോട് എന്തെങ്കിലും പറയുമ്പം ആ വ്യക്തി കംപ്ലീറ്റ് ലോസ്റ്റ് ആവുകയാണ്. കാരണം ആ വ്യക്തി അഭിനയിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ ഞാനെന്താ ഇങ്ങനെ ചെയ്താലും ഇങ്ങോട്ടാണ് ചോദിക്കണത്. അല്ലാതെ അവിടെ ജസ്റ്റ് നോക്കണില്ല. മനസ്സിലായ? എന്തുകൊണ്ടാണ് നോക്കാത്തത്? കാരണം അവർക്ക് അവരുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ നോക്കിയേ, ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർ എങ്ങനെയാണ് ഒരു പ്രശ്നം എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോണത്? കാരണം എല്ലാവരും അവനവൻ്റെ ജീവിതം സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ശ്വാസവും വെള്ളവും വെളിച്ചവും എല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ എന്ത് കാര്യത്തിനാണ് വഴക്കൂടുന്നത്? എന്ത് കാര്യത്തിനാണ് ഈ അഹങ്കാരത്തിൻ്റെ പേരിൽ അവനവൻ നശിച്ചു പോണത്? എല്ലാവരും ഉണ്ടോ? അപ്പോൾ നമ്മളോട് ഒരാളൊരു കാര്യം നമ്മൾ പറഞ്ഞതിൽ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാതെ നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് ആ വാക്കിൽ മറ്റൊരാൾ കയറി പിടിച്ചത്.
നമ്മളെ ശ്രദ്ധിച്ചാണ് നമ്മൾ പറയണതെങ്കിൽ അവിടെ പിന്നെ ഒന്നുമില്ലല്ലോ. കാരണം ഞാൻ എന്തുകൊണ്ട് ഇന്ന കാര്യം പറഞ്ഞു എന്നുള്ളത് പെർഫെക്റ്റാണ്. അപ്പോൾ പിന്നെ അവിടെ വേറൊരാൾക്ക് ഇടപെടാനില്ല. അപ്പോൾ നമ്മുടെ ജീവിതം പെർഫെക്റ്റായിട്ട് കൊണ്ടുപോകലാണ് നമ്മുടെ ആവശ്യമെങ്കിൽ ആര് എന്താണോ പറയണത് ആ പറയുന്ന കാര്യത്തിൽ നമ്മൾക്ക് എന്താണ്, അത് എൻ്റെ കാര്യമല്ല, കാരണം അതൊരു കാര്യം മാത്രമാണ്. അത് എൻ്റെ കാര്യം എന്ന് ഞാൻ പറയുമ്പോഴാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതൊരു കാര്യം. അപ്പോൾ അയാളുടെ കാഴ്ചയിൽ അതിങ്ങനെ ചെയ്താൽ പോരെ എന്ന് അയാൾ ചോദിച്ചു. ഓക്കെ, അതിലൊരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്തിട്ട് വീണ്ടും കാര്യവും ഞാനുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ ഈ കാര്യത്തിലാവും നമ്മളെ നിശ്ചയിക്കുന്ന ഭാഗം വരിക. ഒരിക്കലും അങ്ങനെ പോകരുത്. കാര്യമായിട്ട് നിന്നോട്ടെ, നമ്മളായിട്ട് നിന്നോട്ടെ. അപ്പം നമ്മളായിട്ട് നിൽക്കുന്ന അവസ്ഥ അത് നിരന്തരം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ പെട്ടു.